ഫിനാൻസിന്റെ അടുത്ത ക്ലാസ് സെബി എന്ന് പറയുന്ന ലാസ്റ്റ് പോർഷനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ കഴിഞ്ഞ ദിവസം സെബി നിലവിൽ വരാനുണ്ടായിട്ടുള്ള കാരണങ്ങൾ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നെക്സ്റ്റ് ഈസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സെബി. എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്? ദ മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് ടു സെക്യൂർ ആൻഡ് പ്രൊമോട്ട് ഹെൽത്തി ഗ്രോത്ത് ഓഫ് ദ ക്യാപിറ്റൽ മാർക്കറ്റ്. നമ്മൾ പറഞ്ഞു രണ്ട് സെഗ്മെന്റ്സ് ഉണ്ട്, ക്യാപിറ്റൽ മാർക്കറ്റ് അതേപോലെ തന്നെ മണി മാർക്കറ്റ്. പക്ഷെ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം നിറവേറ്റുന്നതിന് ക്യാപിറ്റൽ മാർക്കറ്റാണ് മണി മാർക്കറ്റിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഗ്രോത്ത് അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി ഉറപ്പുവരുത്തുന്നതിൽ കൂടി ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഗ്രോത്ത് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഹെൽത്തി ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് പ്രധാനമായിട്ട് സെബി എന്ന് പറയുന്ന ഓർഗനൈസേഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു മാനിപ്പുലേഷൻ, അതേപോലെ തന്നെ വിൻഡോ ഡ്രസ്സിംഗ്, പ്രൈസ് റിഗ്ഗിംഗ് എന്നൊക്കെ പറയുന്ന ഒരു കാരണവശാലും നീതീകരിക്കാൻ കഴിയാത്ത പ്രവർത്തനങ്ങളാണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ അത് ഇല്ലാതാക്കുക എന്നുള്ള പർപ്പസോട് കൂടിയിട്ടാണ് പ്രധാനമായിട്ടും സെബി എന്ന് പറയുന്ന ഓർഗനൈസേഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് രണ്ട് വിധത്തിലുള്ള ആക്ടിവിറ്റീസ് ആണ് അണ്ടർടേക്ക് ചെയ്യുന്നത്. വൺ ഈസ് റെഗുലേറ്ററി ആക്ടിവിറ്റീസ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ദി ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ്. നിലവിലിരിക്കുന്ന ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് ഡെവലപ്പ് ചെയ്യുന്നതിന് ആവശ്യം വരുന്നതായിട്ടുള്ള ആക്ടിവിറ്റീസും അതേപോലെ നേരത്തെ ഉണ്ടായിരുന്ന യാതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രൈസ് റേറ്റിംഗ്, കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആളുകൾക്ക് കൊടുക്കാതിരിക്കുക, ആർട്ടിഫിഷ്യലായിട്ട് പ്രൈസ് റൈസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ആക്ടിവിറ്റീസ് പ്രിവെന്റ് ചെയ്യുന്നതിനും കൂടി വേണ്ടിയിട്ടാണ് ഈ പറയുന്ന റെഗുലേറ്ററി ആക്ടിവിറ്റീസും ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് സെബി എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അണ്ടർടേക്ക് ചെയ്യുന്നത്. ഇനി അതിന്റെ മറ്റുള്ള ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ് ഇൻ എ സ്റ്റഡി മാനർ that they can get a reasonable return upon their savings and investment. പണം നിക്ഷേപിക്കുന്നതായിട്ടുള്ള ആളുകള് എല്ലായ്പ്പോഴും ഒരു സ്റ്റഡി ആയിട്ടുള്ള റിട്ടേൺ പ്രതീക്ഷിച്ചിട്ടായിരിക്കും അവരുടെ ഫണ്ട് ഏത് സ്കീമിലാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകള് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണോ ആ രൂപത്തില് അവരുടെ ഇൻട്രസ്റ്റ് വളരെ കൂടുതൽ കാലത്തേക്ക് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് സെബിയുടെ ഓർഗനൈസേഷന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് എൻഷുറിംഗ് ദ ഫെയർ പ്രാക്ടീസസ് by the issue of securities for raising the required amount of capital. അത് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ഇല്ലാതാക്കിക്കൊണ്ട് നല്ല രീതിയിൽ നിയമത്തിന് അനുസൃതമായിട്ടുള്ള രീതിയിൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുകയും അത് ഇൻവെസ്റ്റേഴ്സിന് അവരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് സെലക്ട് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്നതിന് ഒരവസരം ഒരുക്കുക എന്നുള്ളതാണ് സെബിയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. ആൻഡ് ഇറ്റ് ഈസ് ടു ബി ഡൺ വിത്ത് മിനിമം കോസ്റ്റ്. കണ്ടമാനം ചെലവ്. ഇപ്പൊ നമ്മൾ 1000 രൂപ ഡിപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ 1500 രൂപ ചെലവ് വരുമെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കില്ല. അപ്പൊ കഴിയുന്നത്ര ഫ്രീ ഓഫ് കോസ്റ്റില് അല്ലെങ്കിൽ ഏറ്റവും മിനിമൈസ് ചെയ്തിട്ടുള്ള കോസ്റ്റില് ആളുകൾക്ക് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യാനും പർച്ചേസ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് അവർക്ക് ഫിനാൻഷ്യൽ സ്ട്രിഞ്ചൻസി വരുന്ന സമയത്ത് മാർക്കറ്റിൽ ഡിസ്പോസ് ചെയ്യാനും ഒക്കെ കഴിയുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സെബിയുടെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. ആൻഡ് തേർഡ്ലി ഇറ്റ് പ്രൊമോട്ട്സ് ആൻ എഫിഷ്യന്റ് സർവീസസ് to the brokers, merchant bankers and other intermediaries. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകള് ഫംഗ്ഷൻ ചെയ്യുന്നത് ഇന്റർമീഡിയറീസിന്റെ അതേപോലെ തന്നെ മർച്ചന്റ് ബാങ്കേഴ്സിന്റെ ബ്രോക്കേഴ്സിന്റെ കമ്മീഷൻ ഏജന്റ്സിന്റെ ഒക്കെ സഹായത്തോട് കൂടിയിട്ടാണ്. അപ്പൊ പണ്ട് കാലഘട്ടങ്ങളിൽ തോന്നിയ രൂപത്തിലാണ് ഈ പറയുന്ന ഇന്റർമീഡിയറീസിനെ അപ്പോയിന്റ് ചെയ്യുകയും അവർ ഫംഗ്ഷൻ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് പകരം സിസ്റ്റമാറ്റിക് ആയിട്ട് കമ്മീഷൻ ഏജന്റ്സ് അല്ലെങ്കിൽ ഇന്റർമീഡിയറീസിനെ അപ്പോയിന്റ് ചെയ്യുന്നതിന് ആവശ്യം വരുന്ന പ്രൊവിഷൻസ് ഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ് ഈ സെബിയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. ആൻഡ് ഫൈനലി മാറ്റേഴ്സ് കണക്റ്റഡ്
ഇൻസിഡന്റൽ ദർട്ടു. ഇനി ഇതല്ലാതെ ഒരു സ്ഥാപനത്തിന് സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ അഡീഷണൽ ആയിട്ട് എന്തൊക്കെ പ്രൊവിഷൻസ് ആണോ അപ്ലിക്കബിൾ ആയിട്ടുള്ളത് അത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒബ്ജക്റ്റീവിന്റെയും കൂടി അടിസ്ഥാനത്തിലാണ് സെബി എന്ന് പറയുന്ന ഓർഗനൈസേഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ബ്രീഫായിട്ട് പറഞ്ഞാല് ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻട്രസ്റ്റ്, ഇന്റർമീഡിയറീസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഇൻട്രസ്റ്റ്, അതേപോലെ തന്നെ മർച്ചന്റ് ബാങ്കേഴ്സിന്റെ ഇൻട്രസ്റ്റ് ഒക്കെ നിയമാനുസൃതമായിട്ട് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഒരു റീസണബിൾ റേറ്റ് ഓഫ് റിട്ടേൺ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കും ഉറപ്പുവരുത്തുകയും മിസ്മാനേജ്മെന്റ് ഇല്ലാതാക്കുകയും ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് സെബി എന്ന് പറയുന്ന ഓർഗനൈസേഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഫങ്ഷൻസ് ഓഫ് സെബി. ദ ഫസ്റ്റ് ഫങ്ഷൻ നമ്മൾ പറഞ്ഞു, പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഡെവലപ്പ് ആൻഡ് റെഗുലേറ്റ് ദ സെക്യൂരിറ്റി മാർക്കറ്റ് by taking appropriate measures. സെക്യൂരിറ്റി മാർക്കറ്റ് ഇഫക്റ്റീവായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നതിന് ആവശ്യം വരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫ്രെയിം ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് സെബിയുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ. ആൻഡ് സെക്കൻഡ് ഈസ് റെഗുലേറ്റിംഗ് ദ ബിസിനസ് through the stock exchanges and other security market organizations. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ കൂടി അതേപോലെ തന്നെ മറ്റു ഓർഗനൈസേഷൻസിൽ കൂടി സെക്യൂരിറ്റീസിന്റെ ബിസിനസ് നിയമാനുസൃതമായിട്ട് നടത്തിക്കൊണ്ടു പോകുക എന്നുള്ളതാണ് സെബിയുടെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ. നെക്സ്റ്റ്, രജിസ്റ്ററിംഗ് ആൻഡ് റെഗുലേറ്റിംഗ് ദ വർക്ക് ഓഫ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, സബ് ബ്രോക്കേഴ്സ്, ഷെയർ ട്രാൻസ്ഫർ ഏജന്റ്സ്, അണ്ടർറൈറ്റേഴ്സ് എക്സെട്ര. ഈ വിഭാഗത്തിൽ പെടുന്നതായിട്ടുള്ള ആൾക്കാരുടെ ബിസിനസ് റെഗുലേറ്റ് ചെയ്യുന്നതിന് അവരെ കൊണ്ട് രജിസ്റ്റർ ചെയ്യിപ്പിക്കാം. അൺനോൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ആളുകൾ ബിസിനസ് നടത്തുന്നതിന് പകരം രജിസ്റ്റേർഡ് അതോറിറ്റീസ് ആയിട്ട് സെബിയുടെ പ്രൊവിഷൻസ് അനുസരിച്ച് ബിസിനസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് തേർഡ്, രജിസ്റ്ററിംഗ് ആൻഡ് റെഗുലേറ്റിംഗ് ദ വർക്കിംഗ് ഓഫ് ഡിപ്പോസിറ്ററീസ്, participants, custodians, credit rating agencies and such other intermediaries in the capital market. ഡിപ്പോസിറ്ററീസ് അതേപോലെ തന്നെ കസ്റ്റോഡിയൻസ്, അതർ ഇൻവെസ്റ്റേഴ്സ് തുടങ്ങിയിട്ടുള്ള എല്ലാ ആൾക്കാരെയും രജിസ്റ്റർ ചെയ്തിട്ട് റെഗുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് അതിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ മാനേജ്മെന്റ് ആൻഡ് റെഗുലേഷൻ ഓഫ് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, പുതിയ ബിസിനസ് ഓർഗനൈസേഷൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ നിലവിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻസ് ലാർജ് ഓർഗനൈസേഷൻസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുക, മോഡിഫൈ ചെയ്യുക, ഡൈവേഴ്സിഫൈ ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഓർഗനൈസേഷൻസിന് ആവശ്യം വരുന്നതായിട്ടുള്ള ക്യാപിറ്റലാണ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ അത് സംബന്ധിക്കുന്നതായിട്ടുള്ള പ്രൊവിഷൻസ് മർച്ചന്റ് ബാങ്കേഴ്സ് ആണ് കൂടുതലായിട്ടും ഈ വെഞ്ചർ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതായിട്ടുള്ള പ്രൊവിഷൻസ് റെഗുലേറ്റ് ചെയ്യുന്നതാണ് അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മാനേജ്മെന്റ് ഓഫ് ദി പ്രൊവിഷൻസ് റിഗാർഡിംഗ് ദി മ്യൂച്വൽ ഫണ്ട്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞതാണ്, ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഒരു ഫെദർ എന്ന് നമ്മൾ കണക്കാക്കുന്നതാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പൊ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് തോന്നിയ രീതിയിൽ ചെയ്യുന്നതിന് പകരം അതിനാവശ്യം വരുന്നതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫ്രെയിം ചെയ്യുക എന്ന് പറയുന്നത് സെബിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നെക്സ്റ്റ്, പ്രിവെന്റ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് റിലേറ്റിംഗ് ടു ദി മാനേജ്മെന്റ് ഓഫ് ദ മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ആൾക്കാരുടെ ഫണ്ട് കളക്ട് ചെയ്തിട്ട് അത് തോന്നിയ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നതിന് പകരം അത് എങ്ങനെയൊക്കെ ഏത് സമയത്ത് ഏതൊക്കെ സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നതിനെ സംബന്ധിക്കുന്ന വ്യക്തമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫ്രെയിം ചെയ്യേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന സെബിക്കാണ്. നെക്സ്റ്റ്, പ്രൊവൈഡ് ട്രെയിനിങ് ടു ദ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഇന്റർമീഡിയറീസ് ഇൻ ദ സെക്യൂരിറ്റി മാർക്കറ്റ്. ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാരാണ് കേരളത്തിലുള്ളത് എങ്കിലും സെക്യൂരിറ്റി മാർക്കറ്റിനെ സംബന്ധിക്കുന്ന അവയർനെസ് എന്ന് പറയുന്നത് ഉള്ള ആളുകൾ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എത്ര ഫണ്ട് വന്നാലും സെക്യൂരിറ്റി മാർക്കറ്റിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിന് താല്പര്യം കാണിക്കുന്ന ആളുകൾ കമ്പാരിറ്റീവ്ലി കുറവാനുള്ള കാരണം എന്ന് പറയുന്നത് ദേ ആർ ടോട്ടലി
totally unaware about the practices which are undertaking in the security market. അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ആ ഫീൽഡിൽ വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഓർഗനൈസേഷന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ് ഈസ് പ്രൊഹിബിറ്റിംഗ് ഇൻസൈഡർ ട്രേഡിംഗ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പ്രൈസസ് ക്രമാതീതമായിട്ട് ഒരുമിച്ച് സെക്യൂരിറ്റീസ് ഒക്കെ വാങ്ങി വെച്ചിട്ട് അതിന്റെ പ്രൈസ് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ആണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള റോങ് ആയിട്ടുള്ള പ്രാക്ടീസസ് പ്രിവെന്റ് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്റ്റാൻഷ്യൽ അക്വിസിഷൻ ഓഫ് ദി ഷെയർസ് ഓഫ് എ പർട്ടിക്കുലർ കമ്പനി. ഒരു ലിമിറ്റ് വരേക്ക് മാത്രമേ ആളുകൾക്ക് ഒരുമിച്ച് ഒരു കമ്പനിയുടെ ഷെയർ അല്ലെങ്കിൽ ഡിബഞ്ചർ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ള നിയമം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്ന പ്രാക്ടീസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിനാവശ്യം വരുന്നതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫ്രെയിം ചെയ്യാം. നെക്സ്റ്റ്, കളക്ടിംഗ് ഇൻഫർമേഷൻസ്, അണ്ടർടേക്കിംഗ് ഇൻസ്പെക്ഷൻ ആൻഡ് കണ്ടക്ടിംഗ് എൻക്വയറീസ് ആൻഡ് ഓഡിറ്റ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ കൃത്യമായിട്ട് സെബി ഗൈഡ് ലൈൻസ് അനുസരിച്ചാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്താനായിട്ട് ഓഡിറ്റ്, എൻക്വയറി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നടത്തുക. അതേപോലെ തന്നെ അവരിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക തുടങ്ങിയിട്ടുള്ള ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യുക എന്നുള്ളതാണ് സെബിയുടെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് പെർഫോമിംഗ് സച്ച് ഫംഗ്ഷൻസ് ആൻഡ് എക്സസൈസിംഗ് സച്ച് പവേഴ്സ് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ദി സെബി ആക്ട്. എന്തൊക്കെ കാര്യങ്ങൾ അതിനുപരിയായിട്ട് ഒരു സ്ഥാപനത്തെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പവേഴ്സ് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷന്റെ മേല് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ. ആൻഡ് നെക്സ്റ്റ് ഈസ് ലെവിയിങ് ദ ചാർജസ് ആൻഡ് ഫീസ്. അവർ ചെയ്യുന്ന സേവനത്തിന് ആനുപാതികമായിട്ടുള്ള ഫീസ് ചാർജ് ചെയ്യേണ്ടുന്നത് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിക്കുന്ന പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് കണ്ടക്ടിങ് റിസർച്ച് റിഗാർഡിംഗ് ദ മാർക്കറ്റ് ആൻഡ് വർക്കിംഗ് ഓഫ് ദി സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ന്യൂയോർക്കിലും അതേപോലെയുള്ള വെൽ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ഫംഗ്ഷൻ ചെയ്യുന്നത് പോലെ ഫംഗ്ഷൻ ചെയ്യാനായിട്ട് നമ്മളുടെ രാജ്യത്ത് എന്തൊക്കെ പോരായ്മകളാണ് ഉള്ളത് എന്നതിനെ സംബന്ധിച്ച് റിസർച്ച് നടത്തുകയും ആ റിസർച്ച് അനുസരിച്ച് ആവശ്യം വരുന്നതായിട്ടുള്ള മോഡിഫിക്കേഷൻസ് സെക്യൂരിറ്റി മാർക്കറ്റിൽ അണ്ടർടേക്ക് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ്. ഇനി അതാത് സമയങ്ങളിൽ ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്യാനായിട്ട് സെബിക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളോടും അതേപോലെ തന്നെ മറ്റുള്ള ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസിനോടും ആവശ്യപ്പെടാം. ഇനി അവർ പറഞ്ഞതിനനുസരിച്ച് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ സെബി ക്യാൻ ടേക്ക് പീനലൈസിംഗ് ആക്ഷൻ അപ്പോൺ സച്ച് ഓർഗനൈസേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതാണ് സെബി അണ്ടർടേക്ക് ചെയ്യുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ്. And next, important powers of the SEBI. The first power is call for periodical returns from the stock exchanges. ഞാൻ പറഞ്ഞു ഓഡിറ്റ്, എൻക്വയറി, ഇൻസ്പെക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഈ പറയുന്ന സെബിക്ക് നടത്താനുള്ള റൈറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 3 months ആവുമ്പോൾ, 6 months ആവുമ്പോൾ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക വർഷം കഴിയുമ്പോൾ പീരിയോഡിക്കൽ റിട്ടേൺസ് അസറ്റുകളെ സംബന്ധിച്ച്, ലയബിലിറ്റിയെ സംബന്ധിച്ച്, അവർ ഡീൽ ചെയ്യുന്ന സെക്യൂരിറ്റീസിനെ സംബന്ധിച്ച്, ഇൻവെസ്റ്റ്മെന്റിനെ സംബന്ധിച്ച് ഒക്കെ അതാത് സമയങ്ങളിൽ സെബിക്ക് എന്തൊക്കെയാണ് ആവശ്യമായിട്ട് തോന്നുന്നത് അത്തരത്തിലുള്ള റിട്ടേൺസ് ആവശ്യപ്പെടുക എന്നുള്ളതാണ് അതിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൈറ്റ്. ആൻഡ് സെക്കൻഡ് റൈറ്റ് ഓർ പവർ ഈസ് call any explanation or information relating to the affairs of the stock exchange or the members from the recognized stock exchange. ഏതെങ്കിലും ഫർദർ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ കൂടുതൽ എക്സ്പ്ലനേഷൻസ് ഏതെങ്കിലും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നിന്നോ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മെമ്പർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നോ ആൾക്കാരിൽ നിന്നോ ആവശ്യമുണ്ടെങ്കിൽ അത് കോൾ ഫോർ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പവർ. ആൻഡ് thirdly, to compel the public to invest in the shares of the security market. ആളുകളെ ഷെയർസിൽ അവരുടെ എക്സസ് ആയിട്ടുള്ള ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഫംഗ്ഷൻ പവർ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ്, ഗിവ് ഡയറക്ഷൻ ടു ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ജനറൽ ആൻഡ് ടു സം സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇൻ പർട്ടിക്കുലർ. പൊതുവായിട്ടും
ചില സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് പ്രത്യേകമായിട്ടും ആവശ്യാനുസൃതമായിട്ടുള്ള നിർദ്ദേശങ്ങള് അല്ലെങ്കിൽ ആവശ്യം വരുന്നതായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതാണ് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പവർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ടു സൂപ്പർസീഡ് ദയർ ഗവേണിംഗ് ബോഡി ഓഫ് എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സൂപ്പർസീഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ ഭരണം നടത്തുന്ന മാനേജ്മെന്റ് മിസ്മാനേജ്മെന്റ് ആണ് നടത്തുന്നത് എന്ന് തോന്നുകയാണെങ്കിൽ അതിനെ തൽസ്ഥാനത്ത് നിന്ന് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് ഉപരിയായിട്ട് ആ കമ്മിറ്റിക്കുള്ള അധികാരത്തിനേക്കാൾ കൂടുതൽ അധികാരങ്ങൾ എക്സസൈസ് ചെയ്യാനുള്ള പവർ എന്ന് പറയുന്നത് സെബിക്ക് അണ്ടർടേക്ക് ചെയ്യാം. അതാണ് സൂപ്പർസീഡിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ടു സസ്പെൻഡ് ദ ബിസിനസ് ഓഫ് എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് നല്ല രീതിയിലല്ല ബിസിനസ് ആക്ടിവിറ്റീസ് നടത്തുന്നത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ താൽക്കാലികമായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടോ അവരുടെ ബിസിനസ് സസ്പെൻഡ് ചെയ്യുക. നെക്സ്റ്റ്, പ്രൊഹിബിറ്റ് കൺട്രോൾ ഇൻ സർട്ടൻ കേസസ്. അമിതമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ആവശ്യമില്ലാതെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ കൊണ്ടുവരുന്നതിനെ നിയന്ത്രിക്കാനുള്ള പവർ എന്ന് പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെബിക്കുണ്ട്. നെക്സ്റ്റ്, ടു ഗ്രാൻഡ് റെക്കഗ്നീഷൻ ടു ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് പുതുതായിട്ട് വരുമ്പോൾ അതിന് പെർമിഷൻ കൊടുക്കുക. അതേപോലെ നേരത്തെ പെർമിഷൻ കൊടുത്തിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പെർമിഷൻ എന്ന് പറയുന്നത് വിഡ്രോ ചെയ്യേ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുക. നെക്സ്റ്റ്, അമെൻഡിങ് ആൻഡ് മോഡിഫൈയിങ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇൻക്ലൂഡഡ് ഇൻ ദ സെബി ആക്ട് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ ഗവൺമെന്റ്. കാലാനുസൃതമായിട്ട് നിയമങ്ങൾ പരിഷ്കരിക്കുക അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനായിട്ട് ആവശ്യം വരുന്ന സ്റ്റെപ്പ് എടുക്കുക. ബട്ട് ബിഫോർ ദാറ്റ് ഇറ്റ് വിൽ ഹാവ് ടു കൺസൾട്ട് ദ സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റുമായിട്ട് ആലോചിച്ചതിന് ശേഷം കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിന് ആവശ്യം വരുന്നതായിട്ടുള്ള നടപടിക്രമങ്ങൾ ചെയ്യുക. ആൻഡ് പവർ ടു ഗ്രാൻഡ് റെക്കഗ്നീഷൻ ടു ദ ഇന്റർമീഡിയറീസ്. മർച്ചന്റ് ബാങ്കേഴ്സ്, ബ്രോക്കേഴ്സ്, കമ്മീഷൻ ഏജന്റ്സ്, സബ് ബ്രോക്കേഴ്സ് എന്നൊക്കെ പറയുന്ന കാറ്റഗറിയിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് ആവശ്യം വരുന്നതായിട്ടുള്ള റെക്കഗ്നീഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ പ്രൊവൈഡ് ചെയ്യാം. അതേപോലെ അവർ ചെയ്യുന്ന സർവീസിന് ആനുപാതികമായിട്ട് എത്ര തുകയാണ് ഫീസായിട്ട് ഈടാക്കേണ്ടുന്നത് എന്ന് ഡിസൈഡ് ചെയ്യുക. അതാണ് പ്രധാനപ്പെട്ട സെബിയുടെ പവേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓഫ് ദി സെബി. എങ്ങനെയാണ് സെബി എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ബോർഡാണ്. 6 അംഗങ്ങൾ അടങ്ങുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോർഡിനാണ് സെബി എന്ന് പറയുന്ന ഓർഗനൈസേഷന്റെ ഡേ ടു ഡേ അഫയേഴ്സ് മാനേജ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിലിറ്റി ഉള്ളത്. അതിൽ ഒന്നാമത്തെ ആള് എന്ന് പറയുന്നത് ചെയർമാൻ ആണ്. ആൻഡ് സെക്കൻഡ്ലി 2 മെമ്പേഴ്സ് ഫ്രം എമംഗ് ദ ഒഫീഷ്യൽസ് ഓഫ് ദി മിനിസ്റ്ററീസ് ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ്. ഫിനാൻസിനെ അതേപോലെ തന്നെ ലോയെ റെപ്രസെന്റ് ചെയ്യുന്ന മിനിസ്റ്ററിയിൽ നിന്നുള്ള 2 ആൾക്കാരെ നിർബന്ധമായിട്ടും ഈ സെബിയിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് 1 മെമ്പർ എമംഗ് ദ ഒഫീഷ്യൽസ് ഓഫ് ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBIയുടെ ഒരു പ്രതിനിധി. പിന്നെ 2 other മെമ്പേഴ്സ് അപ്പോയിന്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് who are the professionals and having experience and special knowledge relating to the security market. അതാണ് അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ സെക്യൂരിറ്റി മാർക്കറ്റിനെ സംബന്ധിച്ച് അവയർനെസ് ഉള്ള സെൻട്രൽ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്നതായിട്ടുള്ള 2 ആളുകള്. പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രതിനിധികളായിട്ട് വരുന്നതായിട്ടുള്ള ഒരാള്. പിന്നെ മിനിസ്റ്ററിയിൽ നിന്ന് ലോയും ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിപ്പാർട്ട്മെന്റുകളെ പ്രതിനിധീകരിക്കുന്നതായിട്ടുള്ള 2 ആളുകള്. പിന്നെ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന ഒരു ചെയർമാൻ. അത്രയും ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഗവേണിംഗ് ബോഡിക്കാണ് സെബിയുടെ ഡേ ടു ഡേ അഫയേഴ്സ് മാനേജ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിലിറ്റി ഉള്ളത്. ഓക്കെ, ബാക്കി താങ്ക് യു.